നിങ്ങൾ തീരുമാനിച്ചിട്ട് ഇന്നെ വേദറിയണമെന്ന് പോയിട്ട് വേദറിയാണെന്ന് കഴിയൂല. നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയന്നെയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവായി. ഞാൻ പാട്ടോടെ വലിയ സുഖം ഉണ്ടാവില്ല, അതുകൊണ്ട് പാട്ടോടത്ത് കേരള യാത്ര തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്നലെ കഴിഞ്ഞു ഒന്നാമത്തെ സ്വീകരണം, അഥവാ അതിൻ്റെ തുടക്കം കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ഓരോ സ്വീകരണം ആണുള്ളത്. സംഘടനാ ജില്ലകൾ എന്ന നിലയ്ക്ക് കോഴിക്കോടും മലപ്പുറം ഈ രണ്ടെണ്ണം ഉണ്ട്, ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം മറ്റൊന്നാണ്. അള്ളാഹു നമ്മുടെ സുൽത്താൻ നമുക്ക് അള്ളാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് ഏറ്റി കൊടുക്കട്ടെ. അവിടുന്ന് അവിടുത്തെ ശാരീരികമായോ ഉള്ള എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു വലിയ ഷിഫ നൽകുമാറാവട്ടെ, ആഫിയത്ത് ഏറ്റി കൊടുക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും ദുആ ചെയ്യുകയാണ്. കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര എന്ന പോസ്റ്റർ ഇറങ്ങി തുടങ്ങിയത് മുതൽ നമ്മളെ കുരുവട്ടൂർ ടീംസ് അവരുടെ അവനാഴിയിലുള്ള അവസാനത്തെ അസ്ത്രമാകുന്ന ആ കുത്തിത്തിരിപ്പ് അതുമായി രംഗത്ത് വന്നിരുന്നു. കേരള യാത്രയിൽ നിന്ന് കാന്തപുരം ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ കുരുവട്ടൂർ അവരുടെ ടീം അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ യാത്രാ വക്ക് കടിച്ചിട്ടേ ഉള്ളൂ, ബിസ്മി ചൊല്ലിയിട്ടേ ഉള്ളൂ, ഇനി ഫാത്തിം ഇഖ്ലാസും മോവിദത്തേനും ദ്വായൊക്കെ വരാനുണ്ട്. തിരുവനന്തപുരത്ത് 16-ാം തീയതി അവസാന ദ്വാ വരെ കുരുവട്ടൂരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണ്ടേ? ഇപ്പോഴേ ഇങ്ങനെ കുരു പൊട്ടിച്ചും കൊണ്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത്? കാന്തപുരം ഔട്ട്. ആരാ യാത്രയുടെ നായകൻ? ഇപ്പോൾ അവർ പറയാണ് കാന്തപുരം മാത്രമുള്ളൂ, കുറച്ച് എന്തുള്ളത് മീഡിയ കവറേജ് ഉള്ളത്, അതുകൊണ്ട് എബിസ്ഥാൻ ഇടങ്ങാറാക്കിയിട്ട് യാത്രയിൽ പങ്കെടുപ്പിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കുരുവട്ടൂരുകളെ നിങ്ങൾ ഒരല്പം ഒക്കെ ഒന്ന് ഒരു സബൂറാകി. വേറൊന്നും കൂടി എനിക്ക് ചോദിക്കാണ്, ആ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ കേരള യാത്രനെ ചൊറിയുന്ന നിങ്ങളോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, അത് പ്രസക്തമായിരിക്കും ആ ചോദ്യം. ഈ കേരളം ഇപ്പം നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ ഏപ്പിക്കാരിൽ മാത്രമാണ് കുറ്റം കാണുന്നതെങ്കിലും അവിടെ ആരോപിക്കുന്ന എല്ലാ വിഷയങ്ങളും അതിൽ കൂടിയ അളവിൽ മറ്റു പലയിടത്തും ഉണ്ട്. ആരോപണങ്ങൾ അങ്ങനെ ശരിവെക്കുകയാണെങ്കിൽ ഉള്ളത്. അപ്പം അതൊക്കെ ആ നിലക്ക് കേരളമാകെ മലീമസമായി കിടക്കുകയാണ്. ബാലുശ്ശേരി പറഞ്ഞതുപോലെ അപ്പോൾ നിങ്ങളും കൂടി പറഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഷെയ്ഖിനെ വെച്ചിട്ട് ഒരു കേരള യാത്ര നടത്തണം. രണ്ട് നിബന്ധന ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഷെയ്ഖ് എല്ലാ വേദികളിലും പ്രസംഗിക്കണം, ഒരമണിക്കൂറെങ്കിലും ഷെയ്ഖ് പ്രസംഗിക്കും വേണം. രണ്ടാമത്തെ നിങ്ങൾ ലൈവ് കട്ടാക്കാതെ. അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കേരള യാത്ര നടത്തി കേരള ജനതയ്ക്ക് മുമ്പിൽ നിങ്ങളൊരു ഷെയ്ഖ് മദ്കൂറാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ മെല്ലെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. വലിയ വിളിക്കുന്നില്ല, മെല്ലെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.